ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ തുള്ളിച്ചാടിയ അഴിഞ്ഞാടിയ വി സതീശന് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. എന്താണെന്നല്ലേ ആ പണി? ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു SITയുടെ അന്വേഷണത്തിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടെന്ന്. ആ വാർത്ത നിങ്ങൾ കേട്ടില്ലേ? സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് ഹൈക്കോടതി. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. ഈ നിരീക്ഷണം അതിസങ്കീർണമായ കേസ് എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നു. കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയുടെ കാര്യമില്ല. SIT ശരിയായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഈ SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉള്ളതായി ആ അന്വേഷണത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും മനസ്സിലാക്കുന്ന, അതിന്റെ ഓരോ ഘട്ടങ്ങളിലുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുന്ന ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെടുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ദേവസ്വം ബെഞ്ച് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നു. അവരുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന് വ്യക്തമാക്കുന്നു. ഇനി മുന്നോട്ട് പോകുന്നതിൽ അവർക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട് SITക്ക് എന്നത് കോടതിക്ക് വ്യക്തമാകുന്നു എന്നതാണ് SITയുടെ അന്വേഷണത്തെ കോടതി പൂർണ്ണമായും ശരിവെക്കുന്നതിലൂടെ വ്യക്തമാകുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ സമ്മേളനത്തിലടക്കം ഏറ്റവും വലിയ ആരോപണമായി പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാണ്. അതിൽ സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇതിൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് ജാമ്യം അനുവദിക്കാൻ അവസരമൊരുക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് നേരിടുന്നത്. അതാണ് രാഷ്ട്രീയ വിമർശനമായുള്ളത്. അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് എന്നതാണ്. ഇന്ന് അതേ ഹൈക്കോടതി പറയുന്നു ഈ അന്വേഷണത്തിൽ ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല, ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഉണ്ടായിരുന്നത് ജാമ്യ ഹർജികൾ പരിഗണിക്കുന്ന സിംഗിൾ ബെഞ്ചിൽ നിന്നാണ്. പക്ഷേ ഇതുവരെ ഈ SIT അന്വേഷണത്തെ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് തള്ളിപ്പറഞ്ഞിട്ടില്ല. അവർ ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുന്നു എന്നതാണ്. കേട്ടില്ലേ? SITയുടെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് വരെ പൂർണ്ണ സംതൃപ്തിയാണ്. പക്ഷേ നുണയനായ സതീശന് ആ സംതൃപ്തിയില്ല. കാര്യമെന്തെന്നല്ലേ? ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളെ കണ്ട വി സതീശൻ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നത് അറിയണ്ടേ? അതായത് നുണയനാണെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഇത്തരം വലിയൊരു നുണ, അതും മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് പറയുമ്പോൾ എന്തെങ്കിലും ഉളുപ്പെങ്കിലും വേണ്ടേ? ആ നുണയൊന്ന് കേട്ടെ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച എങ്ങും എത്താതെ അവസാനിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങാൻ പോവാണ്. ഒരു തൊണ്ടി മുതൽ പോലും ശേഖരിച്ചിട്ടില്ല, ഒരു തെളിവുകളും ശേഖരിക്കുന്നില്ല. അപ്പൊ 2 ലക്ഷ്യമാണ് മുഖ്യമന്ത്രി CPM-നുള്ളത്. ഒന്ന്, പ്രധാനികളായ ആളുകളിലേക്ക് അന്വേഷണം എത്താതിരിക്കുക. മുൻ ദേവസ്വം മന്ത്രിയിലേക്കും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ജയിലിലായ 3 CPM നേതാക്കന്മാരെയും പുറത്തു കൊണ്ടുവരിക. ഈ കേസ് അന്വേഷണം തെളിവില്ലാതെ അവസാനിപ്പിക്കുക. അതിനുവേണ്ടി SITയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന കനത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ ശബരിമല കേസിലുള്ളത്. ശബരിമല കേസ് എങ്ങുമെത്താതെ അവസാനിക്കാൻ പോകുന്ന ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പുറത്തു വരുന്ന സാഹചര്യമാണ്. സർക്കാരാണ് ഇതിന്റെ അകത്ത് ഇടപെടുന്നത്. എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടപെടുന്നത്. കേട്ടില്ലേ? നുണേശന്റെ ഒരു വിചാരമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരണം. ഇടതുപക്ഷത്തിന്റെ തലയിൽ ചാരിയിട്ട് തന്ത്രി കുടുംബത്തെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുവഴി സോണിയാഗാന്ധിയെയും ഒക്കെ സംരക്ഷിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ സതീശൻ ഇത്രയും വലിയ നുണ. ഹൈക്കോടതി പോലും SITയുടെ അന്വേഷണം കൃത്യമായ പാതയിലാണ്, അതുകൊണ്ട് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, കള്ളന്മാരെ ഉടൻ തന്നെ എല്ലാണ്ണത്തിനെയും ഇരുമ്പഴിക്കുള്ളിലാക്കും എന്ന് പറയുമ്പോൾ സതീശന് ഇത്ര ചൊറിച്ചിലുണ്ടാകുന്നത്. മാധ്യമങ്ങളെ വിളിച്ചിരുത്തി ഇത്തരം വലിയ നുണ പറയുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള ചിന്താഗതി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതായത് തന്ത്രി കുടുങ്ങി, ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുങ്ങി, ഇനി അടുത്ത് കുടുങ്ങാൻ പോകുന്നത് ആരായിരിക്കും? സ്വാഭാവികമായും തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആക്സസ് ഉള്ള സോണിയാഗാന്ധിയും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളും തന്നെയാണ്. അപ്പോൾ അവരെയൊക്കെ വെള്ളപൂശി എടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പെരും നുണ മാധ്യമങ്ങളുടെ മുൻപിൽ അടിച്ചുവിട്ടാലല്ലേ സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, നിയമസഭയ്ക്കകത്ത് ഇത്തരം ഉടായ്പകൾ കാണിച്ചാൽ മാത്രമേ സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുവാൻ പറ്റുകയുള്ളൂ. എന്തെന്ന്? ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയത് ഇടതുപക്ഷമാണെന്ന്. എന്തായാലും സതീശന്റെ ഉടായ്പകളെയൊക്കെ ഒന്നടങ്കം ഹൈക്കോടതി തന്നെ പൊളിച്ച് കയ്യിൽ കൊടുത്തിട്ടുണ്ട്.